അറിയില്ല. ഞാൻ ടൂറിന് പോയപ്പോഴും നിങ്ങൾ സൂക്ഷിച്ചു പോകണം, നിങ്ങളുടെ ആരോഗ്യം നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതല്ലാതെ അവളെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ സെൽഫിഷ് ആയിരുന്നടാ. പ്ലീസ് അങ്കിൾ, പ്ലീസ്. ഇത്രയും കാലം എൻ്റെ ബിസിനസ്, എൻ്റെ അച്ചീവ്മെന്റ്സ്, എൻ്റെ സക്സസ്, എൻ്റെ ഫെയില്യൂഴ്സ്, അതേക്കുറിച്ചാണ് ഞാൻ അവളോട് പറഞ്ഞത്. ഒരു ദിവസം പോലും സുമിത്രയ്ക്ക് സുഖമാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഒരു പരാതിയും പറയാതെ അവൾ എന്നെ വിട്ട് പോയി കളഞ്ഞില്ലേ? ഇത്ര റൂത്ത്ലെസ്സായി നമ്മളെ വിട്ട് എങ്ങനെ പോകാൻ തോന്നി അങ്കിൾ ഈ അമ്മയ്ക്കും മോൾക്കും? അവർ രണ്ടുപേരുമല്ല റൂത്ത്ലെസ്. അവന് സുമിത്ര പാവമായിരുന്നു. സ്നേഹിക്കാനേ അവൾക്കറിയും. അവൾക്കൊരാഗ്രഹം കൂടി ബാക്കിയുണ്ടായിരുന്നു. അത് പൂർത്തിയാക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടാണ് അവൾ പോയത്. നിന്റെയും അനുവിന്റെയും കല്യാണം നടന്നു കാണണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം, അവളുടെ അവസാനത്തെ ആഗ്രഹം. എന്റെ സുമിത്രയുടെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുമോ? ആ കടം വീട്ടാൻ എനിക്ക് പറ്റില്ലേ? അങ്കിൾ എന്നോടൊപ്പം നാട്ടിലേക്ക് വന്നൂടെ? ഇല്ല കിച്ച, എനിക്കിവിടം വിട്ട് എവിടേക്കും വരാൻ കഴിയില്ല. എന്റെ സുമിത്രയുടെ ഓർമ്മകളുമായി ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. എന്നിട്ടാണോ സഞ്ജനെ മറക്കാൻ അങ്കിൾ എന്നോട് പറഞ്ഞത്? നിങ്ങൾ 1 വർഷം പോലും തികച്ചു ജീവിച്ചിട്ടില്ല. നിനക്ക് ജീവിതം ഇനിയും ബാക്കിയുണ്ട്. അതിങ്ങനെ പാഴാക്കാനുള്ളതുമല്ല. അതുകൊണ്ടാ അനുവിനെ വിവാഹം കഴിക്കാൻ ഞാൻ പറഞ്ഞത്. അനുവിനെ എനിക്കും ഇഷ്ടമാണ് അങ്കിൾ. പക്ഷെ സഞ്ജനെ മറക്കാൻ ഒരിക്കലും എനിക്കാവില്ല. പോയ സ്നേഹത്തിനും കാത്തിരിക്കുന്ന സ്നേഹത്തിനും ഇടയിൽ കിടന്ന് വല്ലാതെ കഷ്ടപ്പെടുകയാണ് എന്റെ കിച്ചു അല്ലേ. ഈ വിഷമം കാണാൻ എനിക്ക് വയ്യ. എന്റെ അമ്മയുടെ അവസാന ആഗ്രഹം തന്നെയാ എനിക്കുള്ളത്. എനിക്ക് വേണ്ടി എന്നെ മറന്നേക്ക് കിച്ചു. അനുവിനെ എനിക്കിഷ്ടമാണ്. പക്ഷെ സഞ്ജനയുടെ സ്ഥാനത്ത് ഞാൻ എങ്ങനെ അവളെ? നിനക്ക് ശരിക്കും ഭ്രാന്ത് തന്നെയാ. എവിടെയെങ്കിലും പോയി ചാവ്. അനുവിന് സ്നേഹമാണ് വേണ്ടത്. എന്റെ സുമിത്രയുടെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുമോ? അനുവിനെ എനിക്കിഷ്ടമാണെങ്കിൽ, പക്ഷെ സഞ്ജന എന്റെ മനസ്സിലുള്ളിടത്തോളം എനിക്ക് വേണ്ടി എന്നെ മറന്നേക്ക് കിച്ചു. ചേട്ടാ. ആ സുനിൽ, അർജന്റായിട്ട് നമുക്ക് അനുവിന്റെ വീട്ടിലേക്ക് പോകണം. എന്തിനാ ചേട്ടാ? എടാ, എന്റെ ലൈഫിന് ബിസിനസ് അല്ല, അനു ആണെന്ന് തീരുമാനിച്ചു. അതെന്താ ചേട്ടാ ഇത്ര കാലം ഇല്ലായിരുന്നു ഈ തോന്നൽ ഇപ്പൊ ഉണ്ടാവാൻ? ഇനിയിപ്പൊ അനുവിനെ കണ്ടിട്ട് എന്താ കാര്യം? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അവിടെ അനുവിന്റെ കല്യാണം നടക്കുക. ഇനിയിപ്പൊ അങ്ങോട്ട് എന്നിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ കുറച്ചുകൂടെ നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു ചേട്ടാ.
ടു ഹാൻഡ് ഫേസ് ടു ഫേസ് കാണണോന്ന് പറഞ്ഞ നീയല്ലടാ. SRK, വഴിന്ന് മാറി നിൽക്ക്. എനിക്ക് പോയിട്ട് കാര്യമുണ്ട്. എന്റെ എല്ലാ വഴികളും അടച്ചവനല്ലേ നീ. നീ ചത്താലേ എനിക്ക് സമാധാനമാവും. നിനക്ക് വേണ്ട എന്റെ ബിസിനസ് അല്ലടാ. നീ എന്റെ കോൺട്രാക്ട് മുഴുവൻ എടുത്തോ. നീ തന്നെ നമ്പർ 1 അയക്കോ. ഇപ്പൊ എന്നെ വിട. നീ വച്ചു നീട്ടുന്ന വാങ്ങിച്ചാ ഞാൻ തെണ്ടിയായി പോവില്ലടാ. നിന്നെ കൊന്നിട്ട് നേടിയാ ഞാൻ ആണാവും. അനു അകത്തെ ഒരു വാതിൽ അടച്ചിരിക്കുക. എത്ര വിളിച്ചിട്ടും തുറക്കുന്നില്ല. അനു, 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 കല്യാണ മണ്ഡപത്തിലിരിക്കുമ്പോ എന്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുമെന്ന് കണ്ട് സന്തോഷിക്കാൻ വന്നതാണ്. മനസ്സിലുള്ള മോഹങ്ങളെല്ലാം കുഴിച്ചു മൂടിയ എന്റെ കണ്ണുകളിൽ നോക്കി കൺഗ്രാറ്റുലേഷൻസ് പറയാൻ വന്നതാണ്. ദീർഘസുമംഗലിയായി എന്നും മരിച്ചു ജീവിച്ചോ എന്ന് എനിക്ക് ആശംസകളേകി ആശീർവദിക്കാൻ വന്നതാണ്. ഇനിയും എന്നെ കരയിച്ചത് മതിയായില്ലേ നിങ്ങൾക്ക്? ഇത്രയ്ക്ക് ക്രൂരത എന്തിനാ? എന്റെ ലൈഫിൽ ഞാൻ സഞ്ജനെ സ്നേഹിച്ചത്ര ആരെയും സ്നേഹിക്കാൻ കഴിയില്ലെന്നായിരുന്നു വിശ്വാസം. അത്രയ്ക്ക് സ്നേഹം നിന്നോടുണ്ടായെന്ന് എനിക്ക് തോന്നി. നിന്നോടത് പറയാൻ വന്നതാ. സ്നേഹം വ്യക്തികൾ തമ്മിലല്ല, മനസ്സുകൾ തമ്മിലാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകി. നിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്കറിയാം. ഞാനത് കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. എന്നാൽ എന്റെ മനസ്സിൽ നീ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഓടി വരികയാ.
നിന്നെ എനിക്ക് വേണം. നിന്നെ എനിക്ക് വേണോ അനു? മലേഷ്യയിലെ സുമിത്ര ആന്റിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം. ആ ആത്മാവ് സാക്ഷിയായി എനിക്ക് നിന്നെ വേണം. നീ എപ്പോഴും സന്തോഷമായിരിക്കണമെന്നും നിന്റെ സ്നേഹം ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നും എന്റെ മനസ്സിൽ എന്നോട് മന്ത്രിച്ച സഞ്ജന സാക്ഷിയായി നിന്നെ എനിക്ക് വേണം. സഞ്ജന എന്നിൽ നിന്നും പിരിച്ച് എന്റെ ജീവിതം പാതിവഴിയിൽ നിർത്തിയ ആ ദൈവവും പറയുന്നത് നിന്നോടൊപ്പം ജീവിതം പൂർത്തിയാക്കണമെന്നാണ്. ആ ദൈവം സാക്ഷിയായും എനിക്ക് നിന്നെ വേണം. എല്ലാത്തിനും ഉപരി നിനക്ക് എന്നോടുള്ള സ്നേഹം സാക്ഷിയായി എനിക്ക് നിന്നെ വേണോ അനു? അനു, ഇപ്പോഴും ഞാൻ നിന്റെ മനസ്സിൽ തന്നെ ഉണ്ടോ? ഈ ഒരു നിമിഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. ചേട്ടായി, കല്യാണം ഇവിടെ വെച്ച് തന്നെ നടത്തിയാലോ? ഈ ചിരിയുടെ അർത്ഥം എന്താ ചേട്ടാ? നീ അത് മനസ്സിലാക്കണ്ട, അനുവിന് മനസ്സിലായിന്ന്.